ബംഗ്ലാദേശിലെ വംശഹത്യയെ കുറിച്ചിട്ട് നമുക്ക് അറിയാലോ അല്ലെ. ഇന്ത്യക്കാര് പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തങ്ങൾ നമ്മൾ കണ്ടല്ലോ അല്ലെ. നമ്മുടെ നാട്ടുകാർ ഇന്ത്യക്കാരനായ ഒരു മനുഷ്യനെ പാലക്കാട് തല്ലിക്കൊന്നു നിങ്ങൾ കേട്ടല്ലോ അല്ലെ. എല്ലാ ഇടങ്ങളിലും ഒന്ന് തന്നെ വംശഹത്യ എന്നുള്ളത്. ന്യൂസിലാൻഡില് ഒരു കൂട്ടം സിഖുകാര് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവരുടെ എന്തോ ഒരു ഘോഷയാത്ര നടത്തി. അതാ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടല്ല, കാലങ്ങളായി വർഷങ്ങളോളമായി ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ് ഇവരവിടെ വണ്ണം കണ്ട് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള റോഡും നാടും ഒക്കെ ഉപരോധിക്കുക, ജനങ്ങൾ ഉപദ്രവിക്കുക. ഇന്ത്യയാണെന്ന ഭാവത്തിലാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ജനങ്ങൾ അങ്ങ് ഇറങ്ങി. ഓസ്ട്രേലിയക്കാര്, ന്യൂസിലാൻഡുകാര്, UK ഒക്കെ ഇറങ്ങി. അയർലാൻഡിലൊക്കെ നല്ല മൂക്കിനിട്ട് കിട്ടുന്നുണ്ട് ഇന്ത്യക്കാർക്ക് എന്നാ പറയുന്നത്. ജോലി ചെയ്യാൻ പോയതാണെങ്കിൽ ജോലി ചെയ്ത് തിരിച്ചു വരിക. നമ്മുടെ സംസ്കാരം അവരെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നമ്മുടെ ആദർശം അവിടെ കാണിക്കാൻ നിൽക്കണ്ട, നമ്മുടെ വിശ്വാസങ്ങൾ അവിടെ, ആചാരങ്ങൾ അവിടെ കാണിക്കാൻ നിൽക്കണ്ട. ജോലി എടുക്കുക, സമ്പാദിക്കുക, പോരുക. ആ നാട്ടിൽ പോയിട്ട് അങ്ങ് കൂടിയിട്ട് ആ നാട്ടുകാരെ ഉപദ്രവിക്കുന്ന അമ്മാതിരി ഊളത്തരം കാണിക്കുമ്പോൾ ഇവിടെ നിന്നും കുറെ ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ സാമ്പത്തികവും വലിയ വരുമാനമൊന്നും ഇല്ല നമ്മുടെ രാജ്യത്ത്. മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കാൻ പോകും. അങ്ങനെ സമാധാനമായിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് പോണ ആളുകൾക്കാണ് ഒരു ജെന്യുവൻ ആയിരിക്കും അവരുടെ മൂക്കാണ് ഇടിച്ച് പരത്തുന്നത്. ഇങ്ങനെ എണ്ണത്തിന്റെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ന്യൂസിലാൻഡിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിഖുകാര് അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾ കലിക്കസ്ഥാനി മറ്റസ്ഥാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അവര്. എന്തൊക്കെ ആയാലും ഈ തൊലിയുടെ നിറം കൊണ്ട് മാത്രം ഇന്ത്യക്കാരാണെന്ന് അത് തീരുമാനിക്കും. പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഇട്ട് പോകണ്ടാവുക. അവിടെ കൂടിയിട്ട് ആ നാട്ടുകാരെ ഉപദ്രവിക്കുക. നാളെ ഈ നാട്ടിലുള്ള ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക. ഞാൻ ഒരു ക്ലിപ്പ് കൂടി കാണിച്ചു തരാം അവർ ഏത് രീതിയിലാണ് പ്രക്ഷോഭം അഴിച്ചു വിട്ടത് എന്നുള്ളത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള സമര രീതികളായിരിക്കുമല്ലോ. ഇന്ത്യക്കാരവിടെ ചെന്ന് ഉപദ്രവിച്ചു എന്നാ പറയുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സ്ഥിര വിസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തല്ല. ഇന്ത്യക്കാര് സമരം വിളിക്കുക. ഓസ്ട്രേലിയയൊക്കെ ഭയങ്കര സമര. എങ്ങനെ ആടും അവര് നമ്മളവിടെ നിർത്തുക? നമുക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ തൂറിയേക്കണ അവസ്ഥ. ഒരു വീഡിയോ ഉണ്ട് ഞാൻ കാണിക്കാഞ്ഞിട്ടാ. ഒരു ഇന്ത്യക്കാരനാ, ടാക്സി ഓടിക്കുന്ന ആളാ, ന്യൂസിലാൻഡിൽ ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് റോഡിന്റെ സൈഡിൽ, പറമ്പിലൊന്നല്ല റോഡിന്റെ സൈഡിൽ ഇരുന്ന് അപ്പിടുക. അത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോ അയാളുമായിട്ട് ബഹളം. എനിക്ക് ആ വീഡിയോ കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചേ. അങ്ങനെ ഊളത്തരങ്ങൾ കാണിച്ച് ഇന്ത്യയുടെ വില മൊത്തം കളഞ്ഞിട്ട് നിലവിൽ നല്ല വില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഇങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഗൾഫിൽ തന്നെ ഹിന്ദിക്കാർക്ക് വിസ കൊടുക്കുന്ന പരിപാടി നിർത്തി, മലയാളികൾക്ക് ആകെ കൊടുക്കുന്നുള്ളൂ. മലയാളികളുടെ ഇടയിലുണ്ട് തട്ടിപ്പ് വീരന്മാര്. അത് ഇങ്ങനെയുള്ള ഊളത്തരങ്ങളല്ലാന്നുള്ളൂ, ജനങ്ങളെ പറ്റിക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഈ ഒരു വിഷയത്തിന്റെ വിശകലനം ഒരു മലയാളി, ആ നാട്ടിലുള്ള ഒരു മലയാളി പറയുന്നുണ്ട്. എന്റെ പൊന്നടാവെ പണി എരന്ന് മേടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഈ കാണുന്നതാണ് കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ നടന്നൊരു സംഭവമാണ്. പഞ്ചാബീസിന്റെ ഒരു ജാഥ അവരോടെ റോഡൊക്കെ തടഞ്ഞ് സംഭവം നടത്തി. അതിനെതിരെ ന്യൂസിലാൻഡിലുള്ളവർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ്. സംഭവം എന്തേ പോയി എന്നാ വലിയൊരു പ്രക്ഷോഭം എന്ന് നോക്കി. വലിയ കാര്യമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ രഥം കൊണ്ടൊരു പരിപാടി അയർലൻഡിൽ നടത്തിയതുകൊണ്ടാണ് അയർലൻഡിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഈ ഓസ്ട്രേലിയയിൽ കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ ന്യൂസിലാൻഡിൽ അടുത്തത്. ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ വന്ന് പണിയെടുത്ത് അവനവൻ്റെ കാര്യം നോക്കി അങ്ങനെ അങ്ങ് പോയാൽ പോരെ. ഈ ആവശ്യമില്ലാത്ത വയ്യാവേരികളും നമ്മുടെ ഈ റിലീജിയൻ്റെ സംഭവങ്ങളും ഒക്കെ ഇതുപോലെയുള്ള രാജ്യത്തേക്ക് വലിച്ചിറക്കണം എല്ലാ കാര്യമുള്ള കാര്യമാണോ? ഇനി അടുത്തത് കേട്ടോ, കഴിഞ്ഞ വർഷം ബ്രിസ്ബെയിനിൽ ഇതുപോലെ കരോളിന് വേണ്ടിയിട്ട് പോയതാണ്. സായിപ്പ് സാധനം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു പൊട്ടിച്ച് കളയും, ഇപ്പോൾ ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തുവേണ്ടി പിറ്റേ ദിവസം അച്ഛൻ അനൗൺസ് ചെയ്തു പള്ളിയിൽ നമ്മുടെ പള്ളിയുടെ കരോള് ഉണ്ടായിരിക്കുന്നതല്ലെന്ന്. ഈ വർഷം ഒരുമാതിരിപ്പെട്ട എല്ലാ അസോസിയേഷനുകളും ഓസ്ട്രേലിയയിൽ കരോള് അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണോ? നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഈ പരിപാടികൾ കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ പ്രകോപിപ്പിക്കേണ്ട വലിയ കാര്യമുള്ള കാര്യമാണോ? ഉള്ള കഞ്ഞിയും കുടിച്ച് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ പോരെ. ഉള്ള കഞ്ഞിയും കുടിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ? നല്ല ചോദ്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമായിരിക്കണം. ആ നാട്ടിൽ പോയിട്ട് അമ്പലവും പള്ളിയും ഒന്നും തേടി തെരഞ്ഞെടുക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മളെ വിശ്വാസം നമ്മുടെ അകത്തിരുന്നാൽ മതി. ആര് വേണമെങ്കിലും ക്രിസ്മസോ അല്ലെങ്കിൽ ഓണം എന്താ വെച്ചാൽ റോട്ടിൽ വെച്ച് ആഘോഷിട്ടെ. നമ്മൾ നമ്മുടെ വീട്ടിനകത്തിരുന്ന് ചെയ്താൽ പോരെ. എന്തിനു മറ്റുള്ള ആൾ ഉപദ്രവിക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ ഹിന്ദിക്കാര് മാത്രമല്ല, തമിഴന്മാരും മലയാളികളും കർണാടകക്കാരൊക്കെ കേമന്മാരാ. ഓരോ ആഘോഷങ്ങളും ഓരോ രീതിയിൽ അവർ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ ഓണത്തിന്റെ കമ്പവലിയും മറ്റുള്ള സാധനങ്ങൾ പൂക്കളിടലൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആർപ്പോ വിളികൾ കുറെ സൈഡിൽ നടക്കുന്നുണ്ട്.
അതേപോലെ ദീപാവലി ആഘോഷങ്ങൾ അണ്ണന്മാര് നടത്തുന്നുണ്ട്. എന്തിനു പറയുന്നത്, USA റോട്ടിന്റെ നടുവില് തേങ്ങ കൂമ്പാരം കാണാം. തേങ്ങ കൂമ്പാരം എറിഞ്ഞുടച്ചിട്ട് അത് അവിടെ ഇട്ട് പോയിരിക്കുക. ഇന്ത്യക്കാർ ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല, എന്നാൽ കൂട്ടമായി നടക്കുന്ന പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് അവിടെ ഇട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് യൂറോപ്പ് രാജ്യങ്ങളിലും മൊത്തം ഇന്ത്യക്കാർ കാണിച്ചു കൂട്ടി എന്താ വെച്ചാൽ പടക്കം പൊട്ടിക്കുക ദീപാവലിക്ക്, എന്നിട്ട് ആ റോട്ടിലിട്ട് നശിപ്പിച്ചു പോയി. പോലീസുകാരും ഫയർഫോഴ്സും വന്നിട്ട് തീ അണക്കുക. അവര് ബുദ്ധിയുള്ള ആളുകളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അത്രമാത്രം പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയുടെ അവസ്ഥ അറിയില്ലേ, ഡൽഹിയുടെ അവസ്ഥ അറിയില്ലേ, ഫാക്ടറിയിൽ നിന്ന് വരുന്നതും റോട്ടിലെ വാഹനങ്ങളിൽ നിന്നും വരുന്ന മാലിന്യം കാരണം മൂടൽമഞ്ഞ. ആളുകൾ മൂടമഞ്ഞ് കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്, കൂടമഞ്ഞും മോടമഞ്ഞൊന്നുമില്ല, അത് അസ്വല് വിഷം. അത്ര പൊല്യൂഷൻ ഉണ്ട്. നമുക്കൊന്നും അതൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിൽ അത്രമാത്രം മരങ്ങളുള്ളതുകൊണ്ട്, കേരളത്തിൽ അത്രമാത്രം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ എഫക്ട് ചെയ്യാത്തതാ. ഈ കെട്ടിട സമുച്ചയങ്ങൾ മാത്രമുള്ള രാജ്യത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അവിടെ ജീവിക്കണം. ആ നാട്ടുകാരെ നിങ്ങൾ വില കൽപ്പിക്കണം എന്നുള്ളതാ. ഇപ്പൊ നമുക്ക് തന്നെ ബംഗാളികൾ എന്ന് പറയുന്ന, നമ്മൾ പൊതുവെ ബംഗാളികൾ എന്നല്ല ഹിന്ദിക്കാരും പറയും, അവർ ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർ കാണിച്ചു കൂട്ടും നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഇല്ല, ഇപ്പടുത്ത് മലപ്പുറം ജില്ലയിൽ എവിടെയോ ഒരു പരിപാടി നടന്നു, ഒരു പ്രഭാഷണമൊക്കെ നടത്തി, അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ ഇതേ കാര്യങ്ങളാണ് ചെയ്യുന്നതുള്ളതാണ്. അപ്പൊ ഊത്തരം കാണിച്ചിട്ട് ഊഞ്ഞാലാട്ടുക അല്ലെ, അടിപൊളിയാ. ഇനി ഇതിനൊരു സങ്കടം, അയ്യോ അവരങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരന്റെ വീഡിയോ ആണ്. शांति रखो, इधर भी रहो, कोई गल नहीं, आपे शांति रखो, कोई गल नहीं। നമ്മുടെ വിശ്വാസങ്ങള്, നമ്മളെ ആരാധനകള് മറ്റുള്ള രാജ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ പോയി ചെയ്യുക. ക്രിസ്ത്യ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തുള്ള പല മതങ്ങളും പല കാര്യങ്ങളും അവിടെ പോയിട്ട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്നുള്ളത്, ആളുകളെ ഉപദ്രവിക്കാനാണ് നിങ്ങൾ പോലും. നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നാട്ടിൽ പോരാ, ഇന്ത്യയിൽ പോരാ. ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ആരൊന്നും പറയില്ല. നിങ്ങൾ ഇന്ത്യയിൽ വന്ന് കാണിക്കും ഇതൊക്കെ. നാളെ ഭാവിയുടെ തലമുറയ്ക്ക് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറ്റില്ല, കഴിയാത്ത അവസ്ഥ. ഇന്ത്യൻ പാസ്പോർട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത അവസ്ഥ. ഇഷ്ടം പോലെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിൽ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാ. നമ്മൾ വലിയ അഭിമാനത്തോട് കൂടെ പറയുന്ന സാധനമാണ് ഇന്ത്യക്കാരാണ്, അങ്ങനെ എങ്ങനെയാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വില, പട്ടിയുടെ വില പോലും തരാത്തൊരവസ്ഥ എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട് UK എന്നൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ മൂക്കിന് ഇടി വാങ്ങിയിട്ട് തിരിച്ചു വരിക. എന്തുകൊണ്ടറിയോ, ഇങ്ങനെ കുറെ കൂതറകൾ അവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് എന്നുള്ളതാ. ഇനി ഒരു ക്ലിപ്പ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിപ്പ്, അതായത് സങ്കടം പറച്ചൽ. ਅੱਜ ਜੋ ਨਿਊਜ਼ੀਲੈਂਡ ਦੇ ਵਿੱਚ ਗੁਰਦੁਆਰਾ ਮੈਨੂਰੇਵਾ ਆਕਲੈਂਡ ਵਿਖੇ ਨਗਰ ਕੀਰਤਨ ਨਿਕਲ ਰਿਹਾ ਸੀ। ਇਸ ਦੇ ਵਿੱਚ ਨਿਊਜ਼ੀਲੈਂਡ ਦੇ ਲੋਕਾਂ ਦੀ, ਜੋ ਇੱਥੇ ਦੇ ਲੋਕ ਹੈ, ਇਹਨਾਂ ਨੇ ਵਿਰੋਧ ਕਰਨਾ ਸ਼ੁਰੂ ਕੀਤਾ ਹੈ। ਜੋ ਸਾਡੀ ਸਿੱਖ ਕਮਿਊਨਿਟੀ ਦਾ, ਜੋ ਇੰਡੀਅਨ ਲੋਕ ਇਹਨਾਂ ਦਾ, ਸੋ ਉਹ ਆਪਣਾ ਪ੍ਰੋਟੈਸਟ ਕਰ ਰਹੇ ਆ। ਤਾਂ ਤੁਸੀਂ ਦੇਖ ਸਕਦੇ ਹੋ। ਕਰਦੇ ਆ ਕਿ ਇੱਕ ਪਰਮਿਸ਼ਨ ਹੋਣ ਤੇ ਵੀ ਸਾਡੇ ਨਾਲ ਧੱਕੇ ਹੋ ਰਹੇ ਆ। ਦੇਖੋ ഇതിലേക്ക് ഇന്ത്യൻ എംബസി കൃത്യമായി ഇടപെടൽ നടത്തണം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള ഒരു ആഘോഷവും മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്ന് ചെയ്യരുത് എന്ന് പറയണം. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ ഇടപെടൽ നടത്തണം. വിദേശകാര്യ മന്ത്രാലയം ഇടപെടൽ നടത്തണം. നമ്മുടെ രാജ്യത്ത് നടത്തുന്ന പരിപാടി നമ്മുടെ രാജ്യത്ത് നടത്തും. മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുക, പണം സമ്പാദിക്കുക, പോരുക. അതല്ലാതെ ആ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഇന്ത്യൻ ഭരണകൂടം പറയണം എന്നുള്ളതാണ്. എംബസി പറയണം, വിദേശകാര്യ മന്ത്രാലയം അറിയിപ്പ് കൊടുക്കണം. എന്നിട്ട് ഈ പ്രഹസനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും, ആ വിശ്വാസം നമ്മുടെ മാത്രമായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ പേരുകൾ മറ്റു രാജ്യത്തിൽ കൊണ്ട് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് കാണാം. ബോഡ്ഗയിലാണ് ഡോക്ടർ അംബേദ്കർ ബോർഡ് വെച്ചിട്ടുള്ളത്. എന്തിനാണോ
നമ്മുടെ രാജ്യത്ത് തന്നെ പല പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവരെ നാട്ടിന്റെ പേര് മാറ്റാൻ നിൽക്കണ്ട. ഇന്ത്യക്കാരോട് ചെന്നാൽ തന്നെ ഇപ്പൊ പേര് മൊത്തം അവർക്ക് കളങ്കമാണ് എന്ന രീതിയിലേക്ക് ആവുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കുറച്ച് ആളുകൾ കാരണം, ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറെ എണ്ണം കാരണം ഉണ്ട് എന്നുള്ളതാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നുള്ളൂ. ജോലി എടുത്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അത് അയച്ചു കൊടുത്ത് കുടുംബത്തെ നോക്കുന്ന ആളുകൾ. ബാക്കി ഇങ്ങനെ കുറെ മണകൊണാഞ്ചന്മാരുണ്ട്. അതിൽ മതം വേർതിരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ആഘോഷങ്ങൾ ഓരോ രീതിയിലാണ് ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഊളത്തരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ വെക്കുക, ഇവിടെ വെച്ച് നടത്തുക. അവിടെ പോയി അവരെ ഉപദ്രവിച്ച നാളെ ഇന്ത്യയുടെ തലമുറക്ക് മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ പോകാനോ ഒരു ടൂറിസ്റ്റ് വിസക്ക് പോലും പോകാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ ടൂർ പോയതാവും, ജോലിക്ക് പോയതാവില്ല. ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ 4 ഇടി അടിച്ചിട്ട് അവര് പോകും. നമ്മൾ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ പോലെ എവിടെ നിന്നൊക്കെ അടി വരുന്നത്, ആ ഒരു സാധനം വാങ്ങി പോരേണ്ടി വരും. അപ്പൊ അത്രേ ഉള്ളൂ. പരമാവധി ഷെയർ ചെയ്തോളൂ. കുറെ ആൾക്കാർ കൊടുക്കും മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾക്ക്. ഇന്ന് വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ്.